സ്കൂളിന്റെ വികസനത്തെ സംബന്ധിച്ച് അതിന്റെ മുൻഗണനയെ സംബന്ധിച്ചൊക്കെ മൊത്തത്തിൽ കേരളത്തിലെ സ്കൂളുകൾക്കെല്ലാം പുനരാലോചന നടത്താനുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലുമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പുതിയ കെട്ടിടങ്ങൾ വന്നു, നല്ല ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ സ്കൂളിന്റെ ബ്ലോക്കുകളുടെ അപര്യാപ്തതയോ മറ്റോ അല്ല, മറിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ശ്രദ്ധയില്ലാതെ വന്ന ഒരു വൈദ്യുത ലൈനാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളുകളുടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് ഇനിയും ഈ അവകാശപ്പെടുന്ന മാതൃകയിലല്ല. ഇനിയും ആ കാര്യത്തിൽ ഒരു ആലോചനയ്ക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണോ, അതോ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണണോ? അല്ല, തീർച്ചയായിട്ടും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ സർക്കാർ സ്കൂളുകളാണ്. ആ സർക്കാർ സ്കൂളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ MP MLA ഫണ്ടുകൾ, മറ്റ് സർക്കാരിൽ നേരിട്ടുള്ള ചില സഹായങ്ങൾ, ഇത്ര കുട്ടികൾക്ക് മുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിഫ്ബി എന്നൊക്കെ 3 കോടിയുടെ ഫണ്ട്, 5 കോടിയുടെ ഫണ്ട്, 1 കോടിയുടെ ഫണ്ട് എന്നിങ്ങനെ സർക്കാർ സ്കൂളുകളിലേക്കാണ് ഈ ഫണ്ട് വലിയ രീതിയിൽ ചാനലൈസ് ചെയ്യപ്പെട്ടിരുന്നത്. സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രദീപ് കുമാർ MLA പോലെയുള്ള ആളുകൾ പ്രിസം പോലെയുള്ള പദ്ധതി വെച്ചുകൊണ്ട് ഏകദേശം പൂട്ടാറായിട്ടുള്ള വളരെ പൊളിഞ്ഞ കെട്ടിടങ്ങളുള്ള ആരപ്പറമ്പ് പോലെയുള്ള സ്കൂളുകൾ പോലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയുണ്ടായിട്ട് ഇത് പ്രധാനമായിട്ട് സർക്കാർ സ്കൂളുകളിലേക്കാണ് ഈ ഫണ്ടുകളെല്ലാം വന്നത്. എന്നാൽ എയ്ഡഡ് സ്കൂളുകൾ പലതരത്തിലുള്ള അപര്യാപ്തതകൾ ഇന്നും നേരിടുന്നുണ്ട്. ഒന്ന്, നേരിട്ട് MP MLA മാർക്ക് അതിനകത്തേക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാരിന് നേരിട്ട് അതിന്റെ ഫണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ നിയമനത്തിനൊക്കെ ഇവർ വാങ്ങിക്കുന്ന സംഭാവനകളാണ് പലപ്പോഴും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന്റെ മുൻഗണനാ നിശ്ചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമ്മുടെ സ്കൂളുകളിലെ ഏറ്റവും പ്രാഥമികമായിട്ടും വേണ്ടത്? ഞാൻ അധ്യാപകരെ കേവലമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, അധ്യാപകരെ അല്ല കുറ്റപ്പെടുത്തുന്നത്, സിസ്റ്റത്തിന് തന്നെയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഒന്നാമത്തെ ഇതിന്റെ കുറ്റം തീർച്ചയായിട്ടും വന്നു ചേരുന്ന സ്കൂൾ മാനേജ്മെന്റിനാണ്. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ എയ്ഡഡ് സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടോ എന്നത് മാത്രമാണ് നോക്കുന്നത്. അതിന്റെ പെർമിറ്റ് ഉണ്ടോ, ബിൽഡിംഗ് മറ്റു കാര്യങ്ങളുണ്ടോ, മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുള്ള കടലാസുകളുണ്ടോ എന്നുള്ളതല്ലാതെ അവിടുത്തെ കെട്ടിടത്തെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നിരീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കർശനമായിട്ട് നിർദ്ദേശങ്ങൾ ഉള്ളത് പാലിക്കപ്പെട്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ എയ്ഡഡ് സ്കൂളുകളിൽ അടക്കം അധികാരം കൊടുക്കണം. പലപ്പോഴും ആ അധികാരം കിട്ടുന്നില്ല. സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ ആ അധികാരം ഉപയോഗിക്കും. എയ്ഡഡ് സ്കൂളിന്റെ സർവ്വ അധികാരി, ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പോൾ ഇതൊരു സർക്കാർ സ്കൂളിലാണെങ്കിൽ നേരിട്ട് തന്നെ നടപടി വരാനായി. പക്ഷെ എന്തുകൊണ്ട് മാനേജ്മെന്റ് സ്കൂളിൽ വരുന്നില്ല? എയ്ഡഡ് സ്കൂളുകളിൽ മാനേജരാണ് സർവ്വ അതിന്റെ അധികാരവും കൈയാളുന്നത്. ആ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഇപ്പൊ നേരത്തെ പറഞ്ഞു, KSEB വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തത് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അടുത്തത് ചെയ്യുമ്പോഴേക്കും ആ സ്കൂളിന്റെ ജീവനാടിയായിട്ടുള്ള ഒരു കുഞ്ഞവിടെ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവത്തിൽ ഇത്തരം എയ്ഡഡ് സ്കൂളുകൾ വരുമ്പോൾ അതിന്റെ സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാവണം സ്കൂളിന്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിനും അധ്യാപകനും ഒക്കെ ഇതൊരു ഓരോ ഇഞ്ചും അവരുടെ മനസ്സിലുണ്ടാവണം. ഭാവനാപൂർണമായിട്ടുള്ള പരിപാടികൾ എങ്ങനെയാണ് സ്കൂളിൽ നടപ്പിലാക്കാമെന്നുള്ളത് അധ്യാപകർ ആലോചിക്കണം. പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന്റെ മുഴുവൻ ആയിട്ടുള്ള പരാജയമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്, ആ സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ആ പൊഴിഞ്ഞ ആ പഴയ ഓടിട്ട കെട്ടിടത്തിന് പകരം കെട്ടിടം ഉണ്ടാക്കാം. അവിടുന്ന് ഈ കുട്ടിക്ക് ഈ മെറ്റൽ ഷീറ്റുള്ള ഈ സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് ഇറങ്ങാനുള്ള വഴിയിൽ ഒരു തടസ്സം പോലുമില്ല. നമ്മൾ കണ്ടതാണ്. കുട്ടി സ്വാഭാവികമായിട്ട് പോവുകയാണ്. അവിടെയാണ് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഊഞ്ഞാല് കെട്ടിയത് മാതിരി ഇത്രയധികം കറണ്ട് പ്രവഹിക്കുന്ന ഒരു ഇതുണ്ടാവുന്നത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു കുറ്റക്കാരാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഈ വിസിറ്റ് ചെയ്യുന്ന ആളുകളും KSEB-ക്കാരും. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളുടെ വികസനം എന്ന് പറയുന്നത് ഈ PTA അടക്കമുള്ള ആളുകൾ എന്താണ് അവിടെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. PTA പ്രസിഡന്റ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. PTA യഥാർത്ഥത്തിൽ ഇത് PTA പ്രസിഡന്റിന്റെ കണ്ണിൽപ്പെട്ടാൽ അടുത്ത ദിവസം അത് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടെടുക്കണം. ആരായിക്കോട്ടെ, എത്ര കൊല്ലം മുമ്പിലായിക്കോട്ടെ. അവിടെ സ്കൂൾ വികസന സമിതിയുണ്ട്, PTA ഉണ്ട്. ഇവരെല്ലാം പലപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകളിൽ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ് ചെയ്യുക. ആ വലിയ അധികാരങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം അതൊക്കെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും അതിനകത്തിരിക്കുന്നത്. രാഷ്ട്രീയക്കാരാവട്ടെ, ബന്ധുക്കളാകട്ടെ, മറ്റ് ആളുകളാകട്ടെ, അതൊക്കെ അവരെല്ലാവരും തന്നെ PTA അടക്കം അതിൽ വലിയ രീതിയിൽ കുറ്റക്കാരാണ്. എങ്ങനെയാണ് PTA
ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ KSEB പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലും ഇത് അടുത്ത മാനേജ്മെന്റോ അടുത്ത കൊല്ലത്തെ മാനേജ്മെന്റിലേക്കോ നീട്ടിവെക്കുന്നത് എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. ഈ തരത്തിൽ സ്കൂളിന്റെ വികസനത്തെ സംബന്ധിച്ച് അതിന്റെ മുൻഗണനയെ സംബന്ധിച്ചൊക്കെ മൊത്തത്തിൽ കേരളത്തിലെ സ്കൂളുകൾക്കെല്ലാം പുനരാലോചന നടത്താനുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കുട്ടിയോടുള്ള എല്ലാ സ്നേഹവും അവന്റെ നിര്യാണത്തിലുള്ള ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും അവരുടെ ഓരോ ഇഞ്ച് സ്ഥലവും എത്രമാത്രം കുട്ടികൾക്ക് അനുകൂലമാണ്, പ്രതികൂലമാണ്, അപകട സാധ്യതയുള്ളതാണ് എന്ന് പുനരാലോചിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. അങ്ങനെ മാത്രമേ ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനെ കൂടുതൽ നന്മയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴിചാരുന്നത് കൊണ്ട് മാത്രമല്ല. തീർച്ചയായിട്ടും പഴിചാരേണ്ട ആളുകളെ പഴിചാരണം, അതിന് കർശനമായ നടപടി ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. ഹൈക്കോടതി അടക്കം ഞാൻ വിചാരിക്കുന്നത് സ്വമേധയാ ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അർഹമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ അതിന്റെ ഭൗതിക വികസനത്തിലൊക്കെ വലിയ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. കറക്റ്റാണ്.